ഹലോ കൂട്ടുകാരെ, എല്ലാവരും പഠിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഭയങ്കരമായിട്ടിരിക്കുകയാണല്ലേ. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ. LDC വന്നു, LDC, LGS, LPUP അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ എല്ലാവർക്കും അറിയാം, പഠിക്കേണ്ടതിന് കൃത്യമായ ഒരു സിലബസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും, ശരിയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പേടിയുള്ളതാണ് സയൻസ് അല്ലേ. സയൻസ് നോക്കുമ്പോൾ ഇത് എന്തേലും പഠിച്ചാലാ. പക്ഷേ സയൻസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സയൻസിൽ നമ്മൾ കൃത്യമായ ഒരു ഭാഗം പഠിച്ചാൽ ആ പഠിച്ചത് മതി, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതുപോലെ തന്നെയുള്ളതാണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര പേടിയാ. ജോ ഇത് എങ്ങനെ പഠിക്കും, ഇത് ഭയങ്കര പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ഭയങ്കര എളുപ്പമാണ്. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, നമുക്ക് ആകെ കിട്ടേണ്ട എത്ര മാർക്കാണോ മുഴുവൻ മാർക്ക്, ഒരു മാർക്ക് പോലും കളയാതെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ഒരു മാർക്ക് പോലും നമ്മുടെ റാങ്കിനെ 100, 300 റാങ്കിൽ മുന്നിലേക്ക് എത്തിക്കുക ചെയ്യുക, ശരിയല്ലേ. അപ്പൊ നോക്കിയേ, നമുക്ക് ഒരു മാർക്ക് പോലും കളയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ഫിസിക്സ് അല്ലെങ്കിൽ ഊർജ്ജതന്ത്രം പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു വിൽ പവർ ഉണ്ടാവണം. ഇത് ഞാൻ നേടിയേ അടങ്ങുള്ളൂ, ഇത് എന്റെയാണ്, ഈ പരീക്ഷ എന്റെയാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, 1000 സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1,00,000 പേരുണ്ട് എഴുതുന്നുണ്ട്, ഇല്ല 5,00,000 പേരുണ്ട്, അവരെഴുതിക്കോട്ടെ, നമുക്കൊരു സീറ്റ് മതി. നമ്മൾ ആ ഒരു സീറ്റിന് വേണ്ടിയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഞാനൊരു വെൽക്കം കോട്ടൊക്കെ കണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് അല്ലേ. കോൺസെൻട്രേറ്റ് ഓൾ യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നമ്മുടെ വർക്ക് നമ്മുടെ കയ്യിലാണ്, അത് നമ്മൾ നേടുക തന്നെ ചെയ്യും എന്ന ചിന്തയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഊർജ്ജതന്ത്രമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് ആണ്. എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ്, പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. ആ പടത്തിൽ കണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ. ഇത് തന്നെയാണ് ശരിക്കും ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. ഫിസിക്സ് വളരെ ഭംഗിയുള്ള ഒരു വിഷയമാണ്. അതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം, കഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഭാഗം ഞാൻ നമ്മുടെ വിഷയങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം സിലബസിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ഏതൊക്കെ ഏരിയയിൽ നിന്നും പഠിക്കാം, എങ്ങനെ പഠിക്കാം. പഠിക്കുന്നതിന് മുന്നേ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പോവുക. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല, ടെക്സ്റ്റ് ബുക്ക് വീണ്ടും എക്സ്ട്രാ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായ നമ്മൾ പഠിക്കേണ്ടതിന് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇതിൽ കൂടി തന്നെ ലഭ്യമാക്കി നമുക്കിനി വന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത്, ഇതുമായി റിലേറ്റ് ചെയ്ത് ഇനി വരാൻ സാധ്യതയുള്ളതിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ 10ാം ക്ലാസ് ബേസ്ഡ് ആണ് LDC എന്ന് പറഞ്ഞാലും 10ാം ക്ലാസ് മാത്രമായിരിക്കില്ല നമ്മൾ നോക്കുക. +1 +2 കൂടെ ഒരു പടി മുകളിലും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കുറച്ച് നോക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം PSC ഒരുപാട് മാറി, പഴയ PSC അല്ല പുതിയ PSC, ഒത്തിരി വ്യത്യാസങ്ങളൊന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, PSCയുടെ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മളെല്ലാവരും ഉയരേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഭൗതിക ശാസ്ത്രത്തിന്റെ സിലബസിനെ കുറിച്ച് നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ വരുന്ന ഒരു ഭാഗമാണ് ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ. ഈ യൂണിറ്റ്, അളവുകൾ എന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും PSCക്ക് കണ്ട ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അളവുകൾ ക്യാൻഡല, ലൂമിനസ് ഇന്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട്. വൈദ്യുത പ്രവാഹ തീവ്രത, അതിന്റെ യൂണിറ്റ് എന്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, യൂണിറ്റുകൾ എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഒരു പാടില്ല, സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ ചലനം. ചലനം വരുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, നമ്മൾ എപ്പോഴും ഫിസിക്സ് പഠിക്കുന്നത് അല്ലെ, ന്യൂട്ടൺ, നമ്മുടെ സ്വന്തം ന്യൂട്ടൺ അല്ലെ. ന്യൂട്ടന്റെ നിയമങ്ങൾ പഠിക്കണം. നമ്മളോടെല്ലാം ചോദിക്കുമ്പോൾ നമുക്കറിയാം 1ാം നിയമം, 2ാം നിയമം, 3ാം നിയമം. 3 നിയമം അറിയെങ്കിൽ നമ്മളെല്ലാവരും ഒരു നിയമം പറയുള്ളൂ, 3ാം നിയമം. അതെല്ലാവർക്കും ഫിസിക്സ് പഠിച്ച ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇതിലും ഭയങ്കര എളുപ്പമാണ് ശരിക്കും 1ാം നിയമവും 2ാം നിയമവും പഠിക്കാൻ. അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ 3ാം നിയമത്തെക്കാളും എളുപ്പം ഈ 2 നിയമങ്ങളായിരിക്കും. ഇതിന്റെ ഈ ചലന നിയമങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചലന നിയമങ്ങളുടെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് കൂടുതലും PSC ചോദിക്കുക. നമുക്കറിയാം ഇപ്പൊ PSCയുടെ ആ ഒരു മുഖം തന്നെ മാറി, മൊത്തം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് എത്തിച്ചേർന്ന ഫിസിക്സിലൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇടാൻ സാധ്യത കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ചലനം എന്ന് പറയുന്ന ന്യൂട്ടന്റെ ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ നിയമങ്ങൾ വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഇടാൻ പറ്റും. പിന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ ആ കൂടെ തന്നെ വരുന്നതാണ് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ആ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫയർ ആണ്. പഴയ PSCയുടെ ഒരു പാറ്റേണിൽ എടുത്താൽ നമുക്കറിയാം ആദ്യമായി വിക്ഷേപിച്ചത് ഏത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദ്യം. പക്ഷെ ഇപ്പൊ കൂടുതലും ISROയുടെ കറണ്ട് അഫയറുകളിലേക്കാണ് PSC ഉറ്റുനോക്കുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്സിന്റെ കൂടെ തന്നെ, അപ്പൊ നോക്കിയാൽ ഫിസിക്സ് കൂടാതെ അതിന്റെ കറണ്ട് അഫയറിന്റെ ഒരു 2 മാർക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പൊ കറണ്ട് അഫയർ ആണ് മെയിൻ ആയിട്ട് ഈ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരിക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും
ഫിസിക്സിന്റെ ആ ഒരു അല്ലെ, ഫിസിക്സിന്റെ ഏറ്റവും വലിയ ഫിസിക്സും മാത്സും എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അത് ISR. അപ്പൊ ISRയെ കുറിച്ച് തന്നെ നമുക്ക് ഇച്ചിരി വളരെ ഡെപ്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി അടുത്ത് നോക്കിയാൽ പ്രകാശം. എല്ലാവരും ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും വെറുക്കുന്ന ഒരു ഏരിയ ലെൻസ്, മിറർ അല്ലെ, മിറർ അല്ലെങ്കിൽ ദർപ്പണം നമ്മൾ പറയും. ഇതൊക്കെ കാണുന്ന തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു രക്ഷയില്ലെന്ന് പറയാം. പക്ഷേ ഇത് ശരിക്കും അറിയാവുന്നതാണ് ഫിസിക്സിൽ ഭയങ്കര എളുപ്പമുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് ഈ പ്രകാശം എന്ന് പറയുന്ന ഭാഗമാണ്. അത് പഠിച്ചാൽ ആ പഠിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടും. എപ്പോഴും ചോദ്യം ചോദിക്കുന്നത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പ്രകാശത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കും. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം, നമ്മൾ രാവിലെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ എണീറ്റ് ഇങ്ങനെ അല്ലെ, രാവിലെ ചായ കുടിച്ച് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ തൊടിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമല്ലേ, ഇങ്ങനെ മഴത്തുള്ളി പോലെ തുള്ളികൾ, മഞ്ഞു തുള്ളികൾ എന്ത് ചെയ്യും, ഇലയിലൊക്കെ ഇറ്റിറ്റിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതിങ്ങനെ ലൈറ്റ് മിന്നുന്നതാണ് അല്ലെ. നമ്മൾ പ്രഭാതത്തിലെ ആ പ്രകാശ കിരണങ്ങളൊക്കെ ഈ പഴയ മലയാള സിനിമകളിലൊക്കെ കാണാം. തുടങ്ങുന്നത് തന്നെ എങ്ങനെയായിരിക്കും, പ്രഭാതത്തിലെ പ്രകാശ കിരണങ്ങളൊക്കെ വന്നിട്ടായിരിക്കും, ശരിയല്ലേ? അതൊക്കെ അത്രയും ഭംഗിയായിട്ടായിരിക്കും. അപ്പം പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഭംഗി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രതിഭാസങ്ങളുണ്ട് പ്രകാശത്തിന്. ഈ പ്രതിഭാസങ്ങളൊക്കെ എന്ത്, ഈ പ്രതിഭാസങ്ങൾ എങ്ങനെ നടക്കുന്നു, ഇത് ഫിസിക്സിലൂടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എന്തൊക്കെ ഉദാഹരണങ്ങളാണ്, ഇതിന് ഏറ്റവും എളുപ്പമായ മെത്തേഡിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, പഠിച്ചാൽ ഒരു മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളും ഈ ഒരു ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ അടുത്ത ഭാഗമാണ് ശബ്ദം. ശബ്ദത്തെ കുറിച്ച് കൂടുതലും വരുന്ന ഒരു ഭാഗം. ശബ്ദത്തിൽ തരംഗങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ശബ്ദം എന്ത് തരംഗമാണ്, ഇനിയിപ്പം തരംഗ ദൈർഘ്യം എന്ത്, അല്ലെ അതിന്റെ സിമ്പൽ എന്ത്, എന്താണ് തരംഗ ദൈർഘ്യം, അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, നമുക്ക് അത്ര ഹെവി ആയിട്ടൊന്നും എന്ത് ചെയ്യേണ്ട പോകണ്ട. പക്ഷെ എങ്കിൽ പോലും നമ്മൾ +1 +2ലേക്കും കൂടി കുറച്ച് നോക്കി നോക്കും, ഒരുപാടില്ല, ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിലെടുക്കും. ഓക്കെ, ഇനി വരുന്നത് അതിനകത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ എക്സ്റേ ഉണ്ട്, UV റേ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. ഈ പ്രകാശത്തില് ഞാൻ പറയാൻ വിട്ടുപോയ ഭാഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റേ, ഗാമ റേ ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ PSC ഒരുപാട് അറിയാലോ, PSC ഇപ്പൊ ഒത്തിരി ഉള്ളിലേക്ക് കയറി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയ കൂടെ അത് ഓർത്തിരിക്കുക. എന്നൊക്കെ ശബ്ദത്തിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, വ്യത്യസ്ത മാധ്യമങ്ങളുടേത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഇരുമ്പ് ദണ്ട് തരുന്നു, അതുപോലെ തന്നെ ഇപ്പൊ വായു, ഇതിൽ ഏതിൽ കൂടിയാണ് ശബ്ദം സ്പീഡിൽ സഞ്ചരിക്കുക, ഇല്ലെങ്കിൽ ഇന്നതിൽ കൂടിയാണ് സ്പീഡ് സഞ്ചരിക്കുക, സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാം. ശരി ഏതാ തെറ്റേതാ, അല്ലെ ഒന്ന് ശരി രണ്ട് തെറ്റ്, അങ്ങനെ ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതൊന്നും നമുക്ക്, പക്ഷെ നമ്മളൊന്ന് വായിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്കൊന്ന് അതിന്റെ ഒരു ഐഡിയ കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കിയാൽ ബലം. അല്ല, ബലം ശക്തിയില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പൊ ഈ ബലമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ രണ്ടാമത് പറഞ്ഞ ന്യൂട്ടന്റെ 3 നിയമങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബലം. ബലത്തിനകത്ത് ഘർഷണം, പ്രവക്ഷമ ബലം, അതുപോലെ തന്നെ ദ്രാവക മർദ്ദം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, അതൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇടയ്ക്കൊക്കെ PSC ഇങ്ങനെ കുറച്ച് നമ്മൾ നിയമങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. അപ്പൊ PSCക്ക് ഇഷ്ടമുള്ള നിയമമാണ് ശരിക്കും പാസ്കലൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്കും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ അടുത്താണ് നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം, അഭികേന്ദ്ര ബലം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, അങ്ങനെ കുറെ ബലങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ജിയുടെ മൂല്യം എന്ത് എന്നൊക്കെ ചോദ്യം ചോദിക്കാറുള്ളതാണ് PSC. അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ പോകും. അപ്പൊ നോക്കിയാൽ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് കുറച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, ഒരു ആപ്പിൾ മേളിൽ നിന്ന് താഴേക്ക് വീഴുന്നു അല്ലെ, ഒരിക്കലും ആപ്പിൾ മേളിലേക്ക് പറന്നു പോവില്ല, അത് എപ്പോഴും എന്ത് ചെയ്യും, താഴേക്ക് വീഴുള്ളൂ. കാരണം എന്താണ്, ഭൂമി അതിന്റെ മേലെ എന്ത് ചെയ്യപ്പെടുന്നു, ഒരു ബലം പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ആ ബലത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ഫിസിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു ഫിസിക്സ് പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. പക്ഷെ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ജിയുടെ മൂല്യമൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ചോദിക്കാം. പോള്, ഇക്വേറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് പോയിന്റ് വ്യത്യാസമൊക്കെ ഉണ്ട് ജിക്ക് വാല്യൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ എത്രയാണ്, ഭൂമിയുടെ ആരം മാറുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ മാറുന്നുണ്ടോ എന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഒരു ഭാഗമാണ് താപനില, താപനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തെർമോമീറ്റർ നമുക്കറിയാലോ, തെർമോമീറ്റർ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. താപം അളക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് അളവുകൾക്ക് വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപകരണം ഉപയോഗിക്കുന്നു എന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് തെർമോമീറ്റർ ഒക്കെ. അപ്പൊ അതും നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് പ്രവൃത്തി. അത് ശരിക്കും നമ്മൾ പറഞ്ഞ ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ ബലം, രണ്ടിന്റെയും കൂടെ ഒരു മിക്സപ്പ് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്ന ഭാഗം. അത് ലാസ്റ്റ് ഭാഗം. അപ്പൊ അതിൽ നിന്നും കൂടുതൽ പ്രവൃത്തിയായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അധികം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉത്തോലകങ്ങൾ. ഉത്തോലകങ്ങൾ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം. ഇപ്പൊ പാക്ക്, ചവണ, അങ്ങനെ പാക്ക് വെട്ടി, ചവണ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ തന്നിട്ടേ ഈ പാക്ക് വെട്ടി, ചവണ ഇത് ഏത് ഉത്തോലകത്തിൽ പെടുന്നു, 1ാം വർഗമാണോ, 2ാം വർഗമാണോ, 3ാം വർഗമാണോ, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ
നമുക്ക് മറ്റേ ബലം, അങ്ങനെ കുറെ ഫൽക്രം എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതറിയാമെങ്കിൽ നമുക്ക് ഏത് തന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു സംഭവം ഇത്. ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ഈ യുക്തോലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തില് ഫിസിക്സ് എന്ന് പറഞ്ഞ സത്യത്തിൽ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് മാർക്ക് വാങ്ങാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ വളർത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരും ഒക്കെ പഠിക്കാൻ തയ്യാറല്ലേ? പഠിക്കാൻ തയ്യാറാണെന്ന് വിശ്വസിച്ച് നമുക്ക് തുടങ്ങാം.